KSRTCയിലെ തൊഴിലാളികൾ നാളത്തെ പണിമുടക്കിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. KSRTCയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പണിമുടക്കിലും തൊഴിലാളികളിൽ 6% മാത്രമാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. ഇപ്പോഴുള്ള തൊഴിലാളികളും അങ്ങനെ പങ്കെടുക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് പറയുന്നത്. ഈ KSRTCയിലെ പ്രശ്നങ്ങളാണ് പണിമുടക്കിൻ്റെ കാരണം എന്നുള്ളത് മറ്റു കാര്യങ്ങളാണ്. എന്തായാലും ഈ പറയുന്ന വിവിധ സംഘടനകൾ BMS ഒക്കെ പറയുന്നുണ്ട് പണിമുടക്കിൻ്റെ ആവശ്യമില്ല, എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പണിമുടക്കുന്നത്. ഈ പറയുന്ന സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പ്രശ്നമടക്കം BMS അടക്കമുള്ള സംഘടനകളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലായില്ലെങ്കിൽ CPM പ്രതിരോധത്തിലാവും അല്ലേ സാറേ? അല്ലേ, കെ.ബി. ഗണേഷ് കുമാർ CPMൻ്റെ രാഷ്ട്രീയം തോളത്ത് വെച്ച് നടക്കുന്ന ഒരു നേതാവല്ലല്ലോ. CPMൻ്റെ രാഷ്ട്രീയത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗണേഷ് കുമാറിനില്ല. ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയം അതിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന്, ഇത് ഒരു അഖിലേന്ത്യാ പണിമുടക്കാണ് എന്നുവെച്ചാൽ പൊതുപണിമുടക്ക്. ആ പൊതുപണിമുടക്കിനെ തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളതിൻ്റെ പേരിൽ ഈ സമരം കേന്ദ്ര ഭരണകൂടത്തിനെതിരെ BJPക്കെതിരെ ഉള്ള ഒരു സമരമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS അതിനെ എതിർക്കുന്നത്. അതങ്ങനെയാണ്. നമ്മുടെ ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിത്തറക്കകത്ത് നിന്ന് നിർമ്മിക്കപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ പാർട്ടി അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അല്ലാണ്ട് തൊഴിലാളികൾക്ക് താല്പര്യം അവിടെ പ്രശ്നമല്ല എന്നുള്ളതാണ്. CPM അങ്ങനെ തന്നെയാണ്. CPM എടുക്കുന്നതായിട്ടുള്ള നിലപാടിനനുസരിച്ച് CPMൻ്റെ തൊഴിലാളി വർഗ സംഘടനകൾ പ്രവർത്തിക്കുന്നു. അതിനപ്പുറമൊന്നുമില്ല. ആശാവർക്കർമാരുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതും രാഷ്ട്രീയമാണ്. എല്ലായിടത്തും രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമാണ്, അല്ലാണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയമല്ല. പക്ഷേ അഖിലേന്ത്യാ പണിമുടക്കിലേക്ക് വരുന്ന തൊഴിലാളികളെന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി തൊഴിൽ രംഗത്ത് വലിയ തരത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളികളുടെ തൊഴിലിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപാട് കാലം തൊഴിലാളികൾ സമരം നടത്തി നേടിയെടുത്ത ഒരു കാര്യമാണ് തൊഴിൽ സ്ഥിരത എന്ന് പറയുന്നത്. അതിപ്പോൾ ഇല്ല. ആഗോളവൽക്കരണം അതിനെ മുറിച്ചു കളഞ്ഞു. അതിന് പകരമായിട്ട് കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ് ഇപ്പോൾ തൊഴിൽ, ബഹുഭൂരിപക്ഷം തൊഴിൽ അങ്ങനെയാണ് പോയി. എനിക്കൊന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 70% തൊഴിലും കോൺട്രാക്റ്റ് വ്യവസ്ഥയിലേക്ക് മാറും. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു എന്താണ് ബൈ പ്രൊഡക്റ്റാണ് അത്. ആഗോളവൽക്കരണം നടപ്പിൽ അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ഒരു വലിയ വ്യതിയാനമാണ് ഈ തൊഴിൽ രംഗത്ത് സംഭവിച്ച കോൺട്രാക്റ്റൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാം കോൺട്രാക്റ്റിനെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. നീ ഇന്ന് പണിയെടുത്തോ, നിനക്ക് ഇന്നത്തെ പണം തരാം, അത് കഴിഞ്ഞ് നീ പോയിക്കോ, വേണ്ട നാളെ നീ വരണ്ട. അങ്ങനത്തെ സമീപനം എന്ന് പറയുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് തൊഴിലാളിയായാലും അയാളെ ഒരേപോലെ ബാധിക്കുന്നതാണ്. KSRTCയിലെ കോൺട്രാക്റ്റിലെ എംപാനൽ തൊഴിലാളികൾ എന്ന് പറയും, അവനിന്ന് പണിയെടുക്കുക, നാളെ പോവാം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള തൊഴിൽ സ്ഥിരതയില്ലാത്ത രംഗങ്ങൾക്കെതിരെ തൊഴിലാളികൾ പൊതുവെ നടത്തുന്ന പണിമുടക്കിൻ്റെ ഒരു ഭാഗമാണത്. എന്തായാലും 4 കാര്യങ്ങൾ അവർ പ്രമുഖമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇതാണ്. ഈ ആശയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളി പണിയെടുക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ട തൊഴിലാളിയും ആ പണിമുടക്കിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ കക്ഷി രാഷ്ട്രീയം കൊണ്ട് പല ആളുകളും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഗണേഷ് കുമാർ പറയുന്നത് KSRTCയുടെ കാര്യം മാത്രമാണ്. KSRTC അത്യാസന്ന നിലയിലാണ്. ഇനി ഇവിടെ പണിമുടക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൂട്ടിപ്പോകേണ്ടി വരും. അതുകൊണ്ട് പണിയെടുക്കരുത് എന്ന് അദ്ദേഹത്തിന് അഭ്യർത്ഥിക്കുകയും അതേപോലെ തന്നെ കേരളത്തിലുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തോട് നിങ്ങൾ KSRTCയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി നിർത്തൂ എന്ന് പറയുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്യാം. എന്നതിനപ്പുറം ഇവിടെ തൊഴിലാളികളെല്ലാം സംതൃപ്തരാണ്, അവർക്ക് പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നത് മണ്ടത്തരമായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും. അതായത് എനിക്കൊരു സംശയം തോന്നുന്നത് വെച്ചാൽ, ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു കമ്പനിയിൽ തൊഴിലെടുക്കുന്ന ആളാണ്. ഇതിന് മുൻപ് ഒരു 10ഓളം കമ്പനികളിൽ ഞാൻ തൊഴിലെടുത്തിട്ടുമുണ്ട്. അവിടെയൊക്കെ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. കോൺട്രാക്ട് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് മിക്ക സ്ഥലത്തും ഉണ്ടായിരുന്നത്. ഈ പെർമനൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്താണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതൊരു കമ്പനി എന്നെ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ആ കമ്പനി എന്നെ പുറത്താക്കും. അത് നിങ്ങൾ നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്കാൾ ശമ്പളം തന്നിട്ട് പറഞ്ഞു വിടാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി പൂട്ടിപ്പോയി, ഇപ്പോൾ കമ്പനി പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പൂട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയില്ല, അവിടെ ശമ്പളം തീർന്നില്ലേ.
അപ്പോൾ ഈ പറയുന്ന തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നതിൽ പെർമനന്റ് എംപ്ലോയ്മെന്റിൽ എന്തർത്ഥമാണുള്ളത് ശരിക്കും? അല്ല, തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് തൊഴിലാളി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എന്താണ്, പ്രിയൻ ജോലി എടുത്ത ഓരോ ഇടങ്ങളിലും സ്ഥിരമായി ജോലി ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് കരുതാവുന്നതാണ്. നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനം ആളുകൾ കാണുന്നത് അങ്ങനെയാണല്ലോ. സർക്കാർ ജോലിയിൽ നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ ജോലി സ്ഥിരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, പണിയെടുക്കണ്ട. അങ്ങനത്തെ പാഠമാണ് തൊഴിലാളി പഠിച്ചത് അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെയല്ല തൊഴിലാളി ചെയ്യേണ്ടത്. തൊഴിലാളി എവിടെ തൊഴിലെടുക്കാൻ കയറിയാലും അയാൾ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യണം. അയാൾ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിന് അയാൾക്ക് കൂലി ലഭിക്കണം. ആ കൂലി അദ്ദേഹത്തിന് ജീവിക്കാൻ മതിയായിട്ടുള്ള കൂലിയോ ആയിരിക്കണം. ഇതാണ് ഒരു തൊഴിലാളി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതെ, കഴിവുള്ളവന് ശമ്പളം കിട്ടുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അത് മാറി. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം വന്നതോടെ അത് നിയോ ലിബറൽ പോളിസിയുടെ പാർട്ടാണ്. എന്നുവെച്ചാൽ മുതലാളിത്തം പരിഷ്കരിച്ച് നിയോ ലിബറലിസം വന്ന സമയത്ത് നിയോ ക്യാപിറ്റലിസം അതിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പഴയ ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്നതിനെ അവരെന്ത് ചെയ്യാണ്, മുക്കിക്കളയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം, കാരണം ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. നമുക്കറിയാലോ, കേരളത്തിൽ തന്നെ ട്രേഡ് യൂണിയനിസം ഉണ്ടാക്കിയിരിക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണ്. നോക്കുകൂലി എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം അത് തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഭാഗമായിട്ട് അത് വന്നു. ഇന്ന് അതൊക്കെ അടിച്ച ആളുകൾ എന്ത് പൊളിച്ച് തകർത്ത് കളഞ്ഞു. കാരണം അതൊരിക്കലും ശരിയായിട്ടുള്ള സമീപനമല്ല എന്നുള്ളതിൻ്റെ. അപ്പോൾ അങ്ങനെ ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർ എന്താ ചെയ്യണത്, ശരിയായിട്ടുള്ള രീതിയിൽ അവർ പണിയെടുക്കുന്നുണ്ട് ഇല്ലെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. കാരണം 10 മണിക്കാണ് അവർക്ക് ജോലി ആരംഭിക്കേണ്ടതെങ്കിൽ അവർ 10:30 വരും. ഫയലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചായക്ക് പോകും. പിന്നെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറയും. പിന്നെ കുറച്ച് നേരം പണിയെടുക്കും. അതിനുശേഷം ഉച്ചക്ക് ഊണിന് പോകും, വിശ്രമിക്കും. അതിനുശേഷം വരും, കുറച്ച് നേരം പണിയെടുക്കും. ഇതാണ് നമ്മളെ ഒരു ടിപ്പിക്കൽ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പണിയെടുക്കണമെന്ന് ഒരു തൊഴിലാളി പറഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിക്കുക? ഇല്ല. അപ്പോൾ തൊഴിലാളിയുടെ അവകാശം അത് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കാനായിട്ട് പോരാട്ടം നടത്തുകയും ചെയ്യുന്നത് അയാൾ ശരിയായിട്ടുള്ള രീതിയിൽ തൊഴിലെടുക്കുന്ന സമയത്താണ്. അതൊരു എഗ്രിമെൻറ്റാണ്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് അയാൾ കൃത്യമായിട്ട് പണിയെടുത്താൽ മാത്രമേ അയാളുടെ അയാൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിന് ഗുണമുണ്ടാകുകയുള്ളൂ. ആ സ്ഥാപനം നിലനിന്നാൽ മാത്രമേ അയാൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. ഇത്തരം കാഴ്ചപ്പാട് ആരാണ് പുലർത്തുന്നത്? ഏത് തൊഴിലാളി പുലർത്തുന്നു? ഒരു തൊഴിലാളിയും പുലർത്തുന്നില്ല. ഇപ്പോൾ KSRTCയുടെ കാര്യത്തിൽ മന്ത്രി മുന്നോട്ട് വെക്കുന്ന ഉത്കണ്ഠ എന്ന് പറയുന്നത് ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് തൊഴിലാളികൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിമുടക്കം നടത്തി ഇതിനെ പൂട്ടിച്ചളഞ്ഞാൽ പിന്നീട് ഇത് ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന എങ്ങനെ വെച്ചാൽ, അദ്ദേഹം നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്താണ്, ആ മന്ത്രിസഭയ്ക്കകത്താണ്. ആ മന്ത്രിസഭയുടെ നയങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. ആ ധാർമ്മിക ഉത്തരവാദിത്വമൊക്കെ മറന്നുകൊണ്ടാണോ ഗണേഷേ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പലരും ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് KSRTCയുടെ വിഷയമല്ല, ഇത് അഖിലേന്ത്യാ പണിമുടക്കാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള തൊഴിലാളികൾ അഭിസംബോധന ചെയ്യേണ്ട ചില വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പണിമുടക്കാണ്. ആ പണിമുടക്കിൽ തൊഴിലാളികളെല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എന്നതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. മാത്രമല്ല, മാർക്സിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, മാർക്സ് തന്നെ പഴയ കാലത്ത് മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാറി ഇന്നത്തെ തൊഴിലാളിക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. എങ്കിലും അവൻ്റെ ഒരു സാർവദേശീയത അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഖിലേന്ത്യാ പണിമുടക്കെന്നൊക്കെ പറഞ്ഞത്. ഇന്ത്യയിൽ അതൊക്കെ വലിയ പരാജയമായിരിക്കും. കാരണം അതാണ്, അത്തരത്തിലുള്ള തൊഴിലാളി ബോധമൊന്നും ഇന്ത്യയിലില്ല. ആ തൊഴിലാളി വർഗത്തിൻ്റെ ധാർമ്മികതയുമില്ല. അതുകൊണ്ട് കുറേ സ്ഥലത്തൊക്കെ വണ്ടി ഓടും. കേരളത്തിൽ ചിലപ്പോൾ ഓടില്ലായിരിക്കും. അത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിൽ മാത്രമാണ്. നാളെ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത്, നാളത്തെ പണിമുടക്ക് കഴിഞ്ഞ് അടുത്ത ദിവസം പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നത് ഇങ്ങനെയായിരിക്കും, എന്താണ് അഖിലേന്ത്യാ പണിമുടക്ക് ഭാഗികം അല്ലെങ്കിൽ പരാജയം എന്നായിരിക്കും. നമുക്ക് ആ വാർത്ത വായിക്കാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.